എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കണക്ക് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കണക്കിനെ പേടിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. എടാ, ഒരു പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടി, PSC പരീക്ഷയിൽ ഇരിക്കുകയാണ്, ആ പേപ്പർ തുറന്നു നോക്കുന്നു, അതിൽ കണക്കിന്റെ ഭാഗം മുഴുവനായും സ്കിപ്പ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. എന്തുകൊണ്ട്? കണക്കിന്റെ ബേസ് അറിയാത്തത് കൊണ്ട്. അപ്പൊ കണക്കിന്റെ ബേസ് ഉറപ്പിക്കലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ കണക്ക് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ തീരെ അറിയാത്ത, കണക്കിനെ പേടിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉറപ്പായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പ്രധാനമായിട്ടും വെല്ലുവിളി നേരിടുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൂട്ടാനും കുറയ്ക്കാനും ആയിരിക്കും. കൂട്ടലും കുറയ്ക്കലും സാധാരണ സംഖ്യകളാണെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ അത് ചെയ്യും. പക്ഷേ ഒരു സംഖ്യ പോസിറ്റീവ് സംഖ്യയും മറ്റൊരു സംഖ്യ നെഗറ്റീവ് സംഖ്യ ആയി കഴിഞ്ഞാൽ അവിടെ പണി വാളും പലർക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. 8ഉം 6ഉം തമ്മിൽ ഞാൻ കൂട്ടുകയാണ്. ഇവിടെ 8 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്, 6 എന്ന് പറയുന്നതും പോസിറ്റീവ് നമ്പറാണ്. ഇപ്പൊ രണ്ട് പോസിറ്റീവ് സംഖ്യകളെ ഞാൻ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 8ഉം 6ഉം കൂട്ടിയാൽ കിട്ടുന്നത് 14ആണ്. അപ്പൊ ഞാൻ ഈ കണക്കുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പ്ലസ് എന്ന് പറഞ്ഞാൽ അത് കയ്യിലുള്ള കാശായിട്ട് കരുതണം. ധനം നമ്മുടെ കയ്യിലുള്ള കാശായിട്ട് കരുതണം. മൈനസ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു തീർക്കേണ്ട കടമായിട്ട് വിചാരിക്കണം. ഓക്കെ, അപ്പൊ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീശയിൽ കിടക്കുന്ന കാശ്, മൈനസ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു തീർക്കേണ്ട കടം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത്. എടാ, 8 + 6 8 രൂപ പ്ലസ് 6 രൂപ പ്ലസ്. അപ്പൊ 8 രൂപ പോക്കറ്റിൽ, വീണ്ടും ഒരു 6 രൂപയും കൂടി പോക്കറ്റിൽ. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശാണ്. ഉത്തരത്തിൽ +14. ഇനി ഞാൻ ചോദിക്കട്ടെ, 8 - 6. ഇവിടെ 8ന്റെ ചിഹ്നം എന്താ? 8ന്റെ ചിഹ്നം പ്ലസ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലസ് എന്ന് പറഞ്ഞാൽ അത് കീശയിലെ കാശായി കരുതണം. 8 രൂപ നമ്മുടെ കീശയിൽ. 6ന്റെ ചിഹ്നം എന്താടാ? അത് മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. 6 രൂപ കൊടുത്തു തീർക്കണം. നമ്മൾ മാന്യന്മാരായതുകൊണ്ട് എന്ത് ചെയ്യും? 8 രൂപ നമ്മുടെ പോക്കറ്റിൽ കിടക്കാണ്. ആ 8 രൂപയിൽ നിന്ന് ഒരു 6 രൂപ എടുത്തിട്ട് ആ കടം വിട്ടു. അപ്പൊ ബാക്കി എന്ത്? 2 രൂപ പോക്കറ്റിൽ. 2 രൂപ നമ്മുടെ കയ്യിലിരിക്കും, ധനമായിട്ടിരിക്കും. കൺസെപ്റ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നോക്കിക്കേ, -8 + 6. ഇവിടെ എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? 8 രൂപ കടം. 8 രൂപ കൊടുത്തു തീർക്കണം. അവന്റെ കീശയിൽ എത്ര രൂപയേ ഉള്ളൂ? 6 രൂപ അവന്റെ പോക്കറ്റിലുള്ളൂ. ഓക്കെ, +6 എന്ന് പറഞ്ഞാൽ 6 രൂപ ധനം, 6 രൂപ കയ്യിലുണ്ട്, 8 രൂപ കൊടുക്കാനുണ്ട്. ഇവൻ ഈ 6 രൂപ വെച്ചിട്ട് 8 രൂപ കൊടുക്കാനുള്ളവന് കൊടുക്കും, അല്ലെ? പക്ഷെ അപ്പോഴും അവിടെ 2 രൂപ കടം. ഓക്കെ, അപ്പൊ -8 - 6, -8 - 6 ആണെങ്കിലോ, -8 - 6 ആണെങ്കിലോ, എടാ 8 രൂപ അവന് കടം, വീണ്ടും അവനൊരു 6 രൂപയും കടം. അപ്പൊ മൊത്തത്തിൽ എന്താണ്? മൊത്തത്തിൽ കടാണ്. മൊത്തത്തിൽ കടം എത്ര രൂപ? മൊത്തത്തിൽ ഇത് നമ്മൾ ചേർത്ത് വെച്ചാൽ മതി. 8 രൂപ അവന് കടണ്ടായിരുന്നു, അവിടെ വീണ്ടും ഒരു 6 രൂപയും കൂടി കടായി. അവൻ മൊത്തത്തിൽ 14 രൂപ കടമായി. അപ്പൊ ഇത്തരം കണക്കുകൾ, സംഖ്യകൾ ഒന്ന് പോസിറ്റീവോ ഒന്ന് നെഗറ്റീവോ, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവുകൾ രണ്ടും പോസിറ്റീവുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഓർക്കണം? അവിടെ ചെയ്യുന്ന ക്രിയ അത് പ്ലസ്സോ മൈനസോ ആണെങ്കിൽ, ആ സംഖ്യകൾക്ക് മുമ്പിലുള്ള ചിഹ്നം പ്ലസ് ആണെങ്കിൽ അത് കയ്യിലുള്ള കാശായിട്ടും, സംഖ്യകൾക്ക് മുന്നിലുള്ള ചിഹ്നം മൈനസ് ആണെങ്കിൽ അത് കൊടുത്തു തീർക്കേണ്ട കടമായിട്ടും ചിന്തിക്കണം. സെറ്റാണോ? ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. -9 - 3. 9 രൂപയുടെ മുമ്പില്, 9ന്റെ മുമ്പിലുള്ള ചിഹ്നം മൈനസ് ആണ്. അപ്പൊ 9 രൂപ കടം. അവന് വീണ്ടും ഒരു 3 രൂപയും കൂടി കടം. അപ്പൊ അവൻ എന്താണടാ? മൊത്തത്തിൽ കടം, അല്ലെ? മൊത്തത്തിൽ മൈനസ് ആണ്. എത്ര രൂപ? ഓൾറെഡി അവന് 9 രൂപ കടായിരുന്നു, ഒരു 3 രൂപയും കൂടി അവന് കടായി. മൊത്തത്തിൽ 12 രൂപ അവന് കടം. 12 രൂപ കടം. എങ്കിൽ +9 + 3. ഇനി സാധാരണ സംഖ്യകൾക്ക് മുമ്പിൽ പ്ലസ് ഒന്നും ഇടാറില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇട്ടു എന്നുള്ളൂ. +9 + 3, 9 രൂപ അവന്റെ പോക്കറ്റിൽ, ഒരു 3 രൂപയും കൂടി അവന്റെ പോക്കറ്റിൽ. അപ്പൊ മൊത്തത്തിൽ അവന്റെ കീശയിലുള്ള കാശാണ്, അല്ലെ? കടം ഒന്നും കൊടുക്കാനില്ല. അപ്പൊ മൊത്തത്തിൽ പ്ലസ് ആണ്. എത്ര രൂപ? 12 രൂപ അവന്റെ പോക്കറ്റിൽ കിടക്കും. 9 - 3. ഇവിടെ 9ന് മുമ്പിൽ ചിഹ്നമില്ല, അതിന്റെ അർത്ഥം അത് പോസിറ്റീവ് ആണ്. ഓക്കെ, 9 രൂപ അവന്റെ പോക്കറ്റിൽ കിടക്കുന്നു.
മൂന്നിന്റെ മുമ്പിലത്തെ ചിഹ്നം എന്താ? അത് മൈനസ് ആണ്. 3 രൂപ കടം കിടക്കുന്നു. 3 രൂപ കൊടുത്തു തീർക്കണം. 9 രൂപ കയ്യിലുണ്ട്. ഇവൻ മാന്യനായതുകൊണ്ട് എന്ത് ചെയ്യും? ആ 3 രൂപ എടുത്തിട്ട് കടം ഇങ്ങോട്ട് വിട്ടു. ബാക്കി അവന്റെ പോക്കറ്റിൽ കിടക്കും 6 രൂപ. കിട്ടുന്നുണ്ടല്ലോ? എങ്കിൽ -9 + 3. 9ന്റെ മുമ്പിലുള്ള ചിഹ്നം മൈനസ്, അതായത് 9 രൂപ അവന് കൊടുക്കണം. 9 രൂപ അവന് കൊടുക്കണം. 3ന്റെ മുമ്പിലുള്ള ചിഹ്നം എന്താ? അത് പ്ലസ്. 3 രൂപ അവന്റെ പോക്കറ്റിലുള്ളൂ. 6 രൂപ അവന് കടം. അപ്പൊ ബാക്കി ഈ 3 രൂപ വെച്ചിട്ട് അവൻ കടം വീട്ടും. കടം വീട്ടലാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പൊ ഈ 3 രൂപ വെച്ചിട്ട് 9 രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് ഈ 3 രൂപ വെക്കും. ബാക്കി പിന്നെ തരാന്ന് പറയും. ബാക്കി എത്രയുണ്ട് അവിടെ? 6 രൂപ കടം. 6 രൂപ കടം ബാക്കി ഉണ്ടാകും. കിട്ടുന്നുണ്ടല്ലോ? ഇനി ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ചോദ്യം 8 + -6. 8ന്റെ കൂടെ കൂട്ടണം -6നെ. ഇവിടെ 2 ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ചിഹ്നങ്ങൾ ഒരുപോലെയാണെങ്കിൽ ആ 2 ചിഹ്നങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ പ്ലസ് ഇടുക. ഓക്കെ. ആ 2 ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾ ആ 2 ചിഹ്നങ്ങൾ മാറ്റിയിട്ട് അവിടെ മൈനസ് ഇടുക. ഓക്കെ. ഇവിടെ 2 ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഒരു പ്ലസും ഒരു മൈനസും ഒരുമിച്ച് വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ ഓർക്കണം? എടാ, ഒരാൾ പ്ലസ്, ഒരാൾ മൈനസ്, രണ്ടും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തരാണ്. വ്യത്യസ്തരാണെങ്കിൽ എന്തിടണം? അവിടെ മൈനസ് ഇടണം. ഞാൻ എന്ത് ചെയ്യുന്നു? 8, ആ പ്ലസും മൈനസും നമ്മൾ തൂക്കി എറിഞ്ഞു. ഇനി അവിടെ മൈനസ് മാത്രം. അപ്പൊ 8 - 6 എന്നായി. എന്താണ് 8 - 6 എന്ന് വെച്ചാൽ? 8 രൂപ പോക്കറ്റിൽ, 6 രൂപ കടം കൊടുക്കണം. അപ്പോ ബാക്കി 2 രൂപ പോക്കറ്റിൽ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ഒരു ഉദാഹരണം 9 + -6. 9 + -6. ഇവിടെ നടുവിൽ 2 ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നു. ഒരു പ്ലസും ഒരു മൈനസും. രണ്ടും ഒരുപോലെയല്ല, രണ്ടും വേറെ വേറെ ആളുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 2 ചിഹ്നങ്ങളെയും തൂക്കിയെറിയും. പകരം 9 കഴിഞ്ഞ് മൈനസ് ഇടും. 9 - 6, അതിന്റെ ഉത്തരം 3. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ഇങ്ങനെ -9 + -3. നോക്കിക്കേ, നടുവിലുള്ള ചിഹ്നങ്ങൾ ഒരുപോലെയല്ല. നമ്മൾ അയാളെ മാറ്റുന്നു. പകരം ഒരുപോലെ അല്ലെങ്കിൽ ആരെ ചേർക്കണം? മൈനസ് ചേർക്കണം. -9 -3. 9 രൂപ കടം. അവന് വീണ്ടും ഒരു 3 രൂപ കടം. മൊത്തത്തിൽ അവന് കടം എത്ര രൂപ? 9ഉം 3ഉം ചേർന്നാൽ 12. അടുത്തൊരു ചോദ്യം ഇങ്ങനെ -7 + -3 ചെയ്താൽ എന്ത് കിട്ടും? നടുവിലുള്ള ചിഹ്നങ്ങൾ ഒരുപോലെയല്ല. നമ്മൾ അവരെ മാറ്റിയിട്ട് അവിടെ മൈനസ് ഇടും. അപ്പൊ -7 -3 എന്ന് പറഞ്ഞാൽ 7 രൂപ കടമായിരുന്നു. അവനൊരു 3 രൂപയും കൂടി കടമായി. മൊത്തത്തിൽ അവന് കടമാണ് 10 രൂപ. 8 - 8ൽ നിന്ന് കുറയ്ക്കണം. ആരെ? -6നെ. 8ൽ നിന്ന് കുറയ്ക്കണം -6നെ. നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? 2 ചിഹ്നങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇവിടെ. ഒരാൾ മൈനസ്, അടുത്ത ആൾ മൈനസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണടാ? ആ 2 മൈനസ് നമ്മൾ തൂക്കിയെറിയും. ഒരേപോലെയാണെങ്കിൽ എന്ത് ചേർക്കണം? അവിടെ പ്ലസ് ചേർക്കണം. ഓക്കെ. അപ്പോ 8 - -6 എന്നത് 8 + 6 എന്നായി. 8ഉം 6ഉം കൂട്ടിയാൽ 14. -8 -6. -8ൽ നിന്ന് കുറയ്ക്കണം -6നെ. നമ്മൾ നടുവിലുള്ള ചിഹ്നം നോക്കുന്നു. ഒരുപോലെയാണോ? ഒരുപോലെയാണ് അല്ലെ? രണ്ടും മൈനസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 മൈനസിനെയും തൂക്കിയിട്ട് അവിടെ നമുക്ക് പ്ലസ് ഇടാം. അപ്പൊ -8 + 6 എന്നായി. 8 രൂപ അവന് കടണ്ട്, 6 രൂപ അവന്റെ പോക്കറ്റിലുണ്ട്. ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി 2 രൂപ കടം. -9 -3. നടുവിലുള്ള ചിഹ്നം ഒരുപോലെയാണോ? ഒരുപോലെയാണ്. അപ്പുറത്തെ മൈനസ്, ഇപ്പുറത്തെ മൈനസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 2 മൈനസുകളെയും തൂക്കും. പകരം ഒരു പ്ലസ് ഇടും. 9 രൂപ കടം, 3 രൂപ പോക്കറ്റിൽ. 9 രൂപ അവന് കടണ്ട്, 3 രൂപയെ അവന്റെ പോക്കറ്റിലുള്ളൂ. ഇവന് ഈ 3 രൂപ വെച്ചിട്ട് ആ കടം വീട്ടും. പക്ഷെ ബാക്കി അപ്പോഴും 6 രൂപ അവന് കടം അവശേഷിക്കുന്നു. 6 രൂപ അവന് കടം അവശേഷിക്കുന്നു. 7 - -3. 7 - 7ൽ നിന്ന് കുറയ്ക്കണം -3നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നടുവിലുള്ള ചിഹ്നം നോക്കുന്നു. 2 മൈനസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം?
ആ 2 മൈനസിനെയും തൂക്കിയിട്ട് അവിടെ പ്ലസ് ഇടാം. 7+3 7 രൂപ അവന്റെ പോക്കറ്റിൽ, ഒരു 3 രൂപയും കൂടി അവന്റെ പോക്കറ്റിലേക്ക് വരുന്നു. മൊത്തത്തിൽ 10 രൂപ അവന്റെ പോക്കറ്റിൽ. മനസ്സിലായില്ലേ? ഇനി കൂട്ടലും കുറയ്ക്കലും എന്ന ഭാഗത്ത് പോസിറ്റീവ് സംഖ്യ ആണെങ്കിലും നെഗറ്റീവ് സംഖ്യ ആണെങ്കിലും യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും വരാൻ പാടില്ല. പ്ലസ് സംഖ്യകൾ, പോസിറ്റീവ് സംഖ്യകൾ കയ്യിലുള്ള കാശായിട്ടും നെഗറ്റീവ് സംഖ്യകൾ കൊടുത്തു തീർക്കേണ്ട കടമായിട്ടും ചിന്തിച്ച് പഠിച്ചാൽ നിങ്ങളുടെ ലോജിക്കിന് അത് ഉപകാരപ്പെടും, നിങ്ങളുടെ തലച്ചോറിന് അത് ഉപകാരപ്പെടും. അതല്ലെങ്കിൽ ഒരു പോയിന്റ് കൂടി പറയാം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കാൻ. അതാണ് സാധാരണ പറയുന്നത്. ഒരു സംഖ്യ പോസിറ്റീവും ഒരു സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ ഇതാണ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഒരേ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യാത്തത്. മക്കളെ, നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി. പ്ലസ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള കാശായിട്ട് വിചാരിക്കുക, മൈനസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കേണ്ട കടമായിട്ട് വിചാരിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ ഉറപ്പായും നിങ്ങൾക്കിനി തെറ്റില്ല, ഭാവിയിൽ തെറ്റില്ല. അപ്പൊ കൂട്ടലും കുറയ്ക്കലും സെറ്റായ സ്ഥിതിക്ക് ഇനി ഗുണനം നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാം. ഗുണനം 6 × 5. നമുക്കറിയാം 6ഉം 5ഉം ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 30 ആണ്. അപ്പൊ ഗുണിക്കുകയാണെങ്കിലും ഹരിക്കുകയാണെങ്കിലും നിങ്ങൾ ഇത് ഓർക്കണം, ഒരുപോലെയാണെങ്കിൽ അവിടെ പ്ലസ്, വ്യത്യസ്തരാണെങ്കിൽ അവിടെ മൈനസ്. പ്ലസും പ്ലസും ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരത്തിൽ പോസിറ്റീവ് ആയിരിക്കും. മൈനസും ആണെങ്കിൽ അത് ഒരേ ആളുകളാണ് അല്ലെ, നെഗറ്റീവ് ജാതിയിൽപ്പെട്ട ആളുകളാണ്, അപ്പോഴും ഉത്തരത്തിൽ പ്ലസ്. ഇനി വ്യത്യസ്ത ജാതിക്കാരാണെങ്കിൽ ഒരാൾ പ്ലസ് ഒരാൾ മൈനസ്, അവരാണ് നമ്മൾ ഗുണിക്കുന്നതോ ഹരിക്കുന്നതോ ചെയ്യുന്നതെങ്കിൽ ഉത്തരത്തിൽ മൈനസ് വരും. ഇനി -6 × 5. എടാ, ഒരാള് മൈനസ് ആണ്, 5 എന്ന് പറയുന്ന ആള് പ്ലസ് ആണ്. ഒരാൾ മൈനസ് ഒരാൾ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ -30. ഇനി 6 × -5. നമ്മൾ ആദ്യം ചിഹ്നം ഇടണം. 6ന്റെ സൈൻ, 6ന്റെ ചിഹ്നം പ്ലസ്, 5ന്റെ ചിഹ്നം മൈനസ്. രണ്ടും വേറെ വേറെ ആളുകളാണ്. അപ്പൊ ഉത്തരത്തിലെ ചിഹ്നം മൈനസ്. ചിഹ്നം ഇട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 6ഉം ഈ 5ഉം ഗുണിക്കുക. 6 × 5. ഇനി -6 ഗുണിക്കണം -5. -6ഉം -5ഉം ഗുണിച്ചാൽ നമ്മൾ ആദ്യം ചിഹ്നം ഇടണം. ഇവിടെ മൈനസ് ആണ്, അപ്പുറത്തും മൈനസ് ആണ്. ഒരേ ആളുകളാണ്, ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരത്തിൽ പ്ലസ്. എന്ത് ചെയ്യണം? ഈ 6ഉം 5ഉം ഗുണിച്ചാൽ മതി. 6 × 5 = 30. ക്ലിയർ അല്ലേ? ഒരു ഉദാഹരണം കൂടി പറയാം. 8 × 7 നമുക്കറിയാം 56 ആണ്. 8ന്റെ ചിഹ്നവും പ്ലസ് ആണ്, 7ന്റെ ചിഹ്നവും പ്ലസ് ആണ്. അപ്പൊ 56. എടാ, -8 × 7. ഇവിടെ 8ന്റെ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ 7ന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. രണ്ടും ഒരുപോലെ അല്ല, വ്യത്യസ്തരാണ്. അപ്പൊ ഉത്തരത്തിൽ ആദ്യം മൈനസ് ഇടുക, എന്നിട്ട് 8ഉം 7ഉം ഗുണിക്കുക. 8 × 7 56. അപ്പൊ -56 ആണ് ഇതിന്റെ ഉത്തരം. ഇനി 8 × -7 എന്ത് വരും ഉത്തരം? 8ന്റെ ചിഹ്നം പ്ലസ് ആണ്, 7ന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ ഉത്തരത്തിൽ മൈനസ്. ഒരേപോലെ അല്ലെങ്കിൽ അപ്പിടുക മൈനസ്. ഓക്കെ, 8ഉം 7ഉം ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 56. ഇനി -8ഉം -7ഉം ഗുണിച്ചാലോ? ഇപ്പുറത്തെ നെഗറ്റീവ് അപ്പുറത്തെ നെഗറ്റീവ്, രണ്ടാളും നെഗറ്റീവ് ആണ്, ഒരേപോലെയാണ്. അപ്പൊ ഉത്തരത്തിൽ പ്ലസ്. 8 × 7 56. അപ്പൊ ഗുണിക്കൽ സെറ്റായോ? നമുക്കിനി ഹരിക്കൽ കൂടി സെറ്റാക്കണം. ഗുണനത്തിൽ ഹരണത്തിൽ ഒരുപോലെ വന്നാൽ പ്ലസ് ഇടണം, ഒരുപോലെ അല്ലെങ്കിൽ മൈനസ് ഇടണം. എടാ, ഇത് വെച്ച് നമ്മൾ ഗുണനം സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഹരണം കൂടി സെറ്റാക്കാം. 32 ഹരിക്കണം 4. ഇവിടെ 32ന്റെ ചിഹ്നം പ്ലസ് ആണ്, 4ന്റെ ചിഹ്നവും പ്ലസ് ആണ്. 32ൽ എത്ര 4കൾ എന്ന് ചോദിച്ചാൽ ഉത്തരം 8. അപ്പൊ രണ്ടിന്റെയും ചിഹ്നം പ്ലസ് ആയതുകൊണ്ട്, രണ്ടാളുകളും പോസിറ്റീവ് ആയതുകൊണ്ട് ഉത്തരത്തിലും പ്ലസ് ആണ്, ഉത്തരവും പോസിറ്റീവ് ആണ്. ഇനി -32 ഹരണം 4. 32 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്.
4 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. രണ്ടാളുകളും ഒരുപോലെയല്ല, വ്യത്യസ്തരാണ്. ഉത്തരത്തിൽ അപ്പം തന്നെ മൈനസ് ഇട്ട് വെക്കുക. എന്നിട്ട് 32നെ 4 കൊണ്ട് ഹരിക്കുക. 32നെ 4 കൊണ്ട് ഹരിച്ചാൽ 8. അപ്പൊ നമ്മുടെ ഉത്തരം -8 -8. 32 ഹരണം -4, 32 ഹരിക്കണം -4. 32ന്റെ ചിഹ്നം നോക്കുന്നു, അവിടെ ചിഹ്നം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതിനർത്ഥം അയാൾ പോസിറ്റീവ് നമ്പറാണ്, ചിഹ്നം പ്ലസ് ആണ്. 4ന്റെ ചിഹ്നം മൈനസ്, ഒരാള് പ്ലസ് ഒരാള് മൈനസ്, രണ്ടും ഒരുപോലെയാണോ? അല്ല, രണ്ടും വേറെ വേറെ ആളുകളാണ്. അപ്പൊ തന്നെ ഉത്തരത്തിൽ മൈനസ് ഇട്ട് വെക്കുക. എന്നിട്ട് 32നെ 4 കൊണ്ട് ഹരിക്കുക. 32 ഹരണം 4 8. ഇനി -32 ഹരിക്കണം -4. എടാ 32 എന്ന് പറയുന്ന ആള് നെഗറ്റീവാണ്, 4 എന്ന് പറയുന്ന ആളും നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവ് നമ്പറുകളാണ്, രണ്ടിന്റെയും ചിഹ്നം ഒരുപോലെയാണ്, മൈനസ് ആണ്. അപ്പൊ ഉത്തരത്തെ കൊണ്ടിട്ട് മൈനസ് ഇട്ട് വെക്കരുത്. ചിഹ്നങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഗുണനത്തിലും ഹരണത്തിലും ഉത്തരത്തിൽ പ്ലസ് ഇടണം. പ്ലസ് ഇട്ടു. എന്നിട്ട് 32നെ 4 കൊണ്ട് ഹരിക്കുക. ഹരിച്ചാൽ കിട്ടുന്നത് 8. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. 81 ഹരിക്കണം 9. 81നെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 9 ആണ്. 81ൽ എത്ര 9 ഉണ്ടെന്ന് ചോദിച്ചാൽ 9 9കളുണ്ട്. എങ്കിൽ -81 ഹരിക്കണം 9. എടാ, ഒരാള് നെഗറ്റീവ്, അടുത്ത ആള് പോസിറ്റീവ്, രണ്ടും വേറെ വേറെ ആളുകൾ. ഉത്തരത്തിൽ അപ്പൊ തന്നെ നെഗറ്റീവ് ഇട്ട് വെക്കുക. 81 ഹരിക്കണം 9 ചെയ്യുക, അപ്പൊ 9 എന്ന് കിട്ടും. അപ്പൊ -9 ആണ് ഇതിന്റെ ഉത്തരം. 81 ഹരിക്കണം -9. 81 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ്, 9 എന്ന് പറയുന്ന ആള് നെഗറ്റീവ്. രണ്ടും വേറെ വേറെ ആളുകളാണ്, ഒരുപോലെ അല്ല അവരുടെ ചിഹ്നം. അപ്പൊ എന്തിടണം? ഉത്തരത്തിൽ അപ്പൊ തന്നെ മൈനസ് ഇടണം. എന്നിട്ട് 81നെ 9 കൊണ്ട് ഹരിച്ച് എഴുതുക, 9 എന്ന് എഴുതുക. അപ്പൊ ഇതിന്റെ ഉത്തരവും -9 ആണ്. -81 ഹരിക്കണം -9. -81 ഹരിക്കണം -9 ചെയ്താൽ എടാ 81ഉം നെഗറ്റീവാണ്, 9ഉം നെഗറ്റീവാണ്. രണ്ട് സംഖ്യകളുടെയും ചിഹ്നം ഒരേപോലെയാണ്. ഒരേപോലെയാണെങ്കിൽ പ്ലസ് ഇട്ട് വയ്ക്കുക. ഓക്കെ, ഇനി 81നെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് അതാണ് ഉത്തരം. +9 എന്ന് വെച്ചാൽ അത് 9 തന്നെ. അപ്പൊ ഗുണനവും ഹരണവും ഒക്കെ സെറ്റായല്ലോ. ഗുണനും ഹരണവും ഒക്കെ സെറ്റായല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞടാ. അപ്പൊ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പ്ലസ് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ധനമാണ്, കയ്യിലുള്ള കാശാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാലോ കൊടുത്തു തീർക്കേണ്ട കടമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 വരി നിങ്ങൾ സെറ്റാക്കിയോ? എടാ, ഇത് നിങ്ങൾ ഈ 6 വരികൾ നിങ്ങൾ പഠിച്ചാൽ ഇനി ഒരിക്കലും പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും നിങ്ങൾക്കൊരു തലവേദനയാവില്ല എന്നത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പോസിറ്റീവ് അത് ധനമാണ്, നെഗറ്റീവ് ആണെങ്കിൽ കടമാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള കാശ്, മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു തീർക്കേണ്ട കടം. ഇത് ഈ ഒരു ലോജിക്ക് വെച്ച് ചെയ്യാം. ഗുണനത്തിൽ ഹരണത്തിൽ ഒരുപോലെ വന്നാൽ പ്ലസ് ഇടണം. രണ്ട് പോസിറ്റീവ് സംഖ്യകളെയാണ് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ ഉത്തരത്തിൽ പ്ലസ്. രണ്ട് നെഗറ്റീവ് സംഖ്യകളെയാണ് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ഉത്തരത്തിൽ പ്ലസ്. ഇനി ഒരുപോലല്ലേൽ ഒരു പോസിറ്റീവ് നമ്പരും ഒരു നെഗറ്റീവ് നമ്പറാണ് നമ്മൾ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇടുക ഉത്തരത്തിൽ ഒരു മൈനസ്. ഓക്കെ, അപ്പൊ ഈ 6 വരികൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പക്കാ സെറ്റ്. അപ്പൊ നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയ സ്ഥിതിക്ക് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. എന്താണ് ആ ഭാഗം? പലരെയും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനെ നമ്മൾ അങ്ങോട്ട് സൈസ് ആക്കാൻ പോവുകയാണ്, തൂഫാനാക്കാൻ പോവുകയാണ്. എക്സ് എന്ന് പറയുന്ന വില്ലൻ, പലർക്കും അതൊരു വില്ലനാണ്. എക്സ് കണ്ടാൽ തന്നെ പലർക്കും തലവേദനയാണ്. അതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോകും. ചോദ്യം, എന്തിനാ വെറുതെ ഒരു മാർക്ക് കളയണേ? എടാ, ഈ എക്സ് ഒന്നും ഒരു കാര്യമില്ല, നമ്മളിപ്പോൾ അത് സെറ്റാക്കും. പിന്നെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പലർക്കും സമം, ഈക്വൽ, ഈ ചിഹ്നം, ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അറിയാത്ത കുറച്ച് പാവങ്ങളും നമുക്കിടയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു വീഡിയോ കഴിയുന്നതോടെ സെറ്റാക്കിയിട്ട് നമ്മൾ പോവുള്ളൂ. അപ്പൊ ആ കാര്യത്തിലേക്ക് കിടക്കാം. സമം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ശരിയാക്കാം. ഞാൻ ഈ സമത്തിനെ ഒരു മാന്ത്രിക വാതിലിനോടാണ് ഉപമിക്കുന്നത്. വാതിലിൽ സാധാരണ 2 പാളികൾ ഉണ്ടാവും അല്ലേ? 2 പാളികൾ ഉണ്ടാവും. ഇതങ്ങോട്ട് തുറന്നാലോ? ഇതങ്ങോട്ട് തുറന്നാൽ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇതാണ് സമം. അപ്പൊ നമുക്ക് അങ്ങോട്ടും പോകാം, അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാം, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം.
അപ്പൊ ഈ മാന്ത്രിക വാതിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാതിലല്ലോ, ആളൊരു മാന്ത്രികനാണല്ലോ. എടാ, ഈ ഡോറ് തുറന്ന്, ഈ മാന്ത്രിക വാതിൽ തുറന്ന്, സമമെന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്ന് ആരാണോ അപ്പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആരാണോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, അയാൾ നേരെ അയാളുടെ രൂപം മാറും. എന്ന് വെച്ചാൽ ഒരു പ്ലസ് ആണ് ഈ മാന്ത്രിക വാതിൽ തുറന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നതെങ്കിൽ അയാൾ നേരെ അതിന്റെ വിപരീതമാകും, എൻ്റെ ഓപ്പോസിറ്റ് ആകും, മൈനസ് ആകും. ഇനി മൈനസ് ആണ് ഈ മാന്ത്രിക വാതിലിലൂടെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകുന്നതെങ്കിൽ അയാൾ ആരാകും? അത് പ്ലസ് ആകും. ഇനി ഗുണനമാണ്, ഗുണിക്കലാണ് അപ്പുറത്തേക്ക് പോകുന്നതെങ്കിലോ അത് നേരെ ഓപ്പോസിറ്റ് ആകുന്നു, ഹരിക്കലാകുന്നു. ഇനി ഹരണമാണ് പോകുന്നതെങ്കിലോ അത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആകുന്നു, ഗുണനമാകുന്നു. എടാ, ഇനി ഒരു ആൺകുട്ടിയാണ് പോകുന്നതെങ്കിലോ, ഒരാണാണ് പോകുന്നതെങ്കിലോ അതൊരു പെൺകുട്ടിയായി മാറുന്നു. ഇനി ഒരു പെൺകുട്ടിയാണ് പോകുന്നതെങ്കിലോ അതൊരു ആൺകുട്ടിയായി മാറുന്നു. ഇതൊന്നും നമുക്ക് PSCക്ക് ആവശ്യമില്ലാത്ത, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു മാത്രം കണക്ട് ചെയ്യാം. ആരാണോ ആ മാന്ത്രിക വാതിൽ തുറന്ന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ കടന്നു പോകുന്നത്, അയാള് നേരെ അയാളുടെ രൂപം മാറുന്നു, നേരെ അയാളുടെ നേരെ വിപരീതമാകുന്നു, ഓപ്പോസിറ്റ് ആകുന്നു. ഈ സാധനം നിങ്ങളുടെ മനസ്സിൽ വേണം, ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, പഠിക്കാം. ഓക്കെ, ചോദ്യം എങ്ങനെയാണെടാ, ഒരു സംഖ്യയുടെ ഇരട്ടി 7 എങ്കിൽ സംഖ്യ ഏതാണ്? ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടി 7. അപ്പൊ ഏതാണ് സംഖ്യ? ഇവിടെയാണ് നമ്മൾ എക്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏതാണ് സംഖ്യ എന്നറിയില്ല, അറിയാത്ത സാധനത്തിന് നമ്മൾ സാധാരണ എക്സ് എന്ന് എടുക്കുന്നു. ഇനി ഈ സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ എക്സിന്റെ കൂടെ ഒരു എക്സും കൂടി ചേരണം അല്ലേ? ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ കൂടെ വേറൊരു 5 കൂടി ചേരുന്നത്, അങ്ങനെയല്ലേ 10 ആകുന്നത്? 2 അഞ്ചുകൾ ചേരുന്നതാണ് 5ന്റെ ഇരട്ടി. 3ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാലോ 3ന്റെ കൂടെ വേറെ ഒരു 3ഉം കൂടി ചേരുന്നത് 2 3കളാകുന്നത് അല്ലെ? 4ന്റെ ഇരട്ടിയോ 4ന്റെ കൂടെ വേറൊരു 4ഉം കൂടി ചേരുന്നത് 2 4കൾ. എങ്കിൽ എക്സിന്റെ ഇരട്ടി എന്താണ്? 2 എക്സുകൾ. ഇത് 7 എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിന്റെ വില കണ്ടുപിടിക്കണം, ഏതാണ് സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എടാ, കണ്ടുപിടിക്കേണ്ട ആളെ നമ്മൾ ഒരു സൈഡിലേക്ക്, അയാളെ മാത്രം അവിടെ വെക്കും. അയാളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് പറിച്ചു മാറ്റി അപ്പുറത്തേക്കിടും, സമത്തിന്റെ അപ്പുറത്തേക്കിടും. ഇവിടെ എക്സിന്റെ കൂടെ ആരുണ്ടടാ? ഒരു 2 ഉണ്ട്. 2x എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം എക്സ് ആണ്. അപ്പൊ ഗുണനം 2 എക്സിന്റെ കൂടെ ഉള്ളത്. ഞാൻ ഈ ഗുണനം 2നെ ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതാണ് ചെക്ക് പോസ്റ്റ്. ഒരു മാന്ത്രിക വാതിൽ ഉണ്ട് അതിന്റെ ഇടയിൽ, ഈക്വൽ ടു സമം. ഈ സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ടാണ് ഈ ഗുണനം 2 അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അയാൾ എന്താകും? അയാളുടെ രൂപം മാറും, നേരെ വിപരീതാകും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി ഒരു 7 ഉണ്ട്, ആ 7 ഞാൻ എഴുതി. ഗുണനം 2 അപ്പുറത്തേക്ക് പോകുന്നത്, അപ്പോൾ അതെന്തായി? ഹരണം 2 മാറി. അപ്പൊ 7/2 എന്നായി. ബൈ 2 എന്ന് പറഞ്ഞാൽ പകുതി. ഓക്കെ, അപ്പൊ 7ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.5 അല്ലെങ്കിൽ 3.5. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, ഒരു സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ ഉത്തരം 4 കിട്ടി എങ്കിൽ ഏതാണ് സംഖ്യ? അപ്പൊ നമുക്കറിയില്ല ആ സംഖ്യ, അറിയാത്തതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. ഇനി എന്ത് ചെയ്തു? ഈ സംഖ്യനെ എന്ത് ചെയ്തു? 6 കൊണ്ട് ഹരിച്ചു. ഈ സംഖ്യനെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെ ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. ഉത്തരമായിട്ട് 4 കിട്ടി. എങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണം. സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എക്സിനെ മാത്രം അവിടെ നിർത്തുന്നു. എക്സിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ നമ്മൾ പറിച്ചു മാറ്റിയിട്ട് അപ്പുറത്തേക്ക് വിടുന്നു. എക്സിന്റെ കൂടെ ആരുള്ളത്? ഒരു ഹരണം 6 സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. എക്സ് എഴുതി, സമം, അപ്പുറത്ത് ഓൾറെഡി ഒരു 4 ഉണ്ട്. ഹരണം 4 സമം എന്ന് പറയുന്ന മാന്ത്രിക വാതിൽ കടന്നിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്തായടാ? നേരെ വിപരീതമായി ഹരണം എന്നത് ഗുണനമായി മാറി. ഗുണനം 6 എന്നായി. അപ്പൊ എക്സിന്റെ വില എന്താ? 4 ഗുണം 6 24. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണടാ, ഒരു സംഖ്യയിൽ നിന്ന് 8 കുറച്ചു, അപ്പൊ 13 കിട്ടി എങ്കിൽ ഏതാണ് ആ സംഖ്യ? അപ്പൊ നമുക്കറിയില്ല, സംഖ്യ ഏതാണെന്ന് അറിയില്ല. ഏതോ ഒരു സംഖ്യയിൽ നിന്നാണ് 8 കുറച്ചത്, നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അവിടെ എക്സ് എന്നെടുത്തു. അതിൽ നിന്ന് 8 കുറച്ചു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് 8 കുറച്ചു. അപ്പൊ എന്ത് കിട്ടി? ഉത്തരമായിട്ട്
13 കിട്ടി. ഉത്തരമായിട്ട് 13 കിട്ടി. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിനെ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു എക്സിന് മാത്രം നമ്മൾ അവിടെ നിർത്തുന്നു. എക്സിന്റെ കൂടെയുള്ളവരൊക്കെ നമ്മൾ പറിച്ചു മാറ്റി അപ്പുറത്തേക്ക് കളയുന്നു. എക്സിന്റെ കൂടെ ഇവിടെ ആരാ ഉള്ളത്? -8. കുറയ്ക്കണം 8. ഇയാളെയാണ് നമ്മൾ അപ്പുറത്തേക്ക് സമമെന്ന് പറയുന്ന മാന്ത്രിക വാതിലിലൂടെ കടത്തിവിടേണ്ടത്. അയാൾ ആരാ കൂടെ? ഇവിടെ എക്സ് ഉണ്ട്, സമം അപ്പുറത്ത് 13 ഉണ്ട്, -8 കുറയ്ക്കണം 8 ആ മാന്ത്രിക വാതിലിലൂടെ അപ്പുറത്തേക്ക് കടക്കുന്നത്. അതെന്താകും? നേരെ വിപരീതമാകുന്നു, +8 ആകുന്നു. കഴിഞ്ഞു പരിപാടി. അപ്പോൾ എക്സിന്റെ വില എന്താണ്? ആ സംഖ്യ ഏതാണ്? 13ഉം 8ഉം കൂട്ടിയാൽ കിട്ടുന്ന 21. മക്കളെ, അടുത്തൊരു ചോദ്യം. ഏതോ ഒരു സംഖ്യയോട് 9 കൂട്ടിയപ്പോൾ 40 എന്ന് ഉത്തരം കിട്ടി. എങ്കിൽ സംഖ്യ ഏത്? നമുക്കറിയില്ല സംഖ്യ. എക്സ് എന്ന് എടുത്തു. പിന്നെ എന്ത് ചെയ്തു? ആ സംഖ്യയോട് കൂട്ടി. അപ്പൊ പ്ലസ് ഇട്ടു. എത്ര കൂട്ടി? 9 ആണ് കൂട്ടിയത്. അപ്പൊ +9. അങ്ങനെ കൂട്ടിയപ്പോൾ എത്ര? ഉത്തരം എത്ര കിട്ടി? 40 കിട്ടി. അപ്പൊ സംഖ്യ കണ്ടുപിടിക്കണം, എക്സിന്റെ വില കണ്ടുപിടിക്കണം. നമ്മൾ എക്സിനെ അവിടെ നിർത്തി. ഇനി ആരെയാണ് അപ്പുറത്തേക്ക് തട്ടേണ്ടത്? എക്സിന്റെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തട്ടണം. ഇവിടെ നമ്മൾ തട്ടിക്കളയേണ്ടത്, അപ്പുറത്തേക്ക് കടത്തി വിടേണ്ടത് +9നെ കൂട്ടണം 9 ആണ് അപ്പുറത്തേക്ക് പോകേണ്ടത്. വെറുതെ അങ്ങോട്ട് പോവല്ല. അവിടെ അതിന്റെ ഇടയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അല്ലെ, ഒരു വാതിലുണ്ട്. ചില്ലറക്കാരനല്ല, ചില്ലറ വാതിലല്ല, മാന്ത്രിക വാതിലാണ്. അത് തുറന്നിട്ട് ആര് പോയാലും അയാളുടെ രൂപം മാറും. അവിടെ ഓൾറെഡി ഒരു 40 ഉണ്ട്. +9 അപ്പുറത്തേക്ക് പോയപ്പോൾ അത് -9 ആയി. അപ്പൊ എക്സിന്റെ വില എന്ന് പറയുന്നത് 40ൽ നിന്നും 9 കുറവായതാണ്. 40ൽ നിന്നും 9 കുറഞ്ഞാൽ കിട്ടുന്നത് 31. 3 ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് ചെയ്ത് പഠിക്കാം. 3x കൂടി 7 കൂട്ടി അപ്പൊ 25 കിട്ടി. എങ്കിൽ എന്താണ് എക്സ് എന്ന് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ പറയാ? ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചു, 7 കൂട്ടി, അപ്പോൾ 25 കിട്ടി. എങ്കിൽ സംഖ്യ ഏത്? നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഒഴികെ, എക്സിന് മാത്രം അവിടെ നിർത്തുന്നു, ബാക്കി എല്ലാവരെയും നമ്മൾ അപ്പുറത്തേക്ക് കടത്തുന്നു. ഇവിടെ ആര് വല്ലാതെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആരാ? ഇവിടെ 3x അല്ലെ, എക്സിന്റെ കൂടെ 3 ആണ് ഒരുപാട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അയാൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. 3x ഞാൻ അവിടെ നിർത്തി. അപ്പൊ ആദ്യം ഞാൻ ആരെ തട്ടുന്നു? +7 അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പൊ അവിടെ 25 ഓൾറെഡി ഉണ്ട്. +7 സമമെന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ടാ പോകുന്നത്. അപ്പൊ അത് -7 ആയി. ഓക്കെ. അപ്പൊ 3x എന്ന് പറയുന്നത് 25ൽ നിന്ന് 7 കുറച്ചാൽ 18 എന്ന് കിട്ടും. എങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യടാ? ഇതേ ഇവിടെ ×3 ഉണ്ട്, ഗുണനം 3 ഉണ്ട്. അയാളെയും കൂടി അപ്പുറത്തേക്ക് തട്ടാം. എങ്കിലേ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അപ്പുറത്ത് 18 ഉണ്ട്, ഗുണനം 3 സമമെന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ മാന്ത്രിക വാതിൽ തുറന്നിട്ടാണ് അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. അപ്പൊ അത് നേരെ വിപരീതമായി, ഹരണം 3 ആയി. 18നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് നമ്മുടെ ഉത്തരം, ആ സംഖ്യ. എക്സിന്റെ വില 6. എന്നാൽ അടുത്ത ചോദ്യം ഇങ്ങനെ: ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചു, അതിൽ നിന്ന് 1 കുറച്ചു, അപ്പോൾ 20 കിട്ടി. എങ്കിൽ ഏതാണ് ആ സംഖ്യ? ഇവിടെ എക്സിന്റെ കൂടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആള് 7 ആണ്. അയാൾ അവിടെ നിൽക്കട്ടെ. 7x ഞാൻ തൽക്കാലം അവിടെ നിർത്തി. സമം അപ്പുറത്ത് 20 ഉണ്ട്. ഞാൻ ആദ്യം തട്ടുന്നത് -1നെയാണ്. -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? അത് +1 ആയി. അപ്പൊ 7x എന്ന് പറയുന്നത് 21 എന്ന് കിട്ടി. എങ്കിൽ എക്സ് എത്രയാണടാ? അവിടെ 21 ഉണ്ട്. ഇവിടെയുള്ള ഗുണനം 7 സമമെന്ന് പറയുന്ന ആ മാന്ത്രിക വാതിൽ, മാജിക് ഡോർ തുറന്നിട്ട് അപ്പുറത്തേക്ക് പോയാൽ അത് ഹരണം 7 ആയി. 21നെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം അത് 3. അതാണ് ആ സംഖ്യ. എങ്കിൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു, 3 കൊണ്ട് ഹരിച്ചു, കിട്ടിയ ഉത്തരത്തിനൊപ്പം 16 കൂട്ടി, അപ്പോൾ കിട്ടിയത് 20. എങ്കിൽ ഏതാണ് സംഖ്യ? നമ്മൾ ചെയ്യുന്നു. അപ്പൊ 2x/3നെ ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. അപ്പുറത്ത് 20 ഉണ്ട്. നമ്മൾ ആദ്യം തട്ടുന്നത് ആരെ? +16നെയാണ് ആദ്യം തട്ടുന്നത്. ഇവിടെ +16 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആകുന്നു, -16 ആകുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 2x/3 എന്ന് പറയുന്നത് 20ൽ നിന്ന് 16 കുറഞ്ഞതാണ്. 20ൽ നിന്ന് 16 കുറച്ചാൽ കിട്ടുന്നത് 4.
ഇനി ഇതിന്റെ താഴേക്ക് എഴുതിയാൽ കാണില്ല. അപ്പൊ ഞാൻ തൽക്കാലം എന്നെ ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാനിവിടെ ഉണ്ടാവില്ല. ഇനി നമുക്ക് ആരെ തട്ടാം? ബൈ 3 ഹരണം 3 ഉണ്ട്. 2x എന്ന് പറയുന്നത് അപ്പുറത്ത് 4 ഉണ്ട്. ഹരണം 3 ആണ് സമമെന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അത് നേരെ ഓപ്പോസിറ്റ് ആയി ഗുണനം 3 ആയി. അപ്പൊ 2x എന്ന് പറയുന്നത് 4 ഗുണം 3 12. 2x ചേർന്നാൽ 12 ആണെങ്കിൽ 1x എന്ന് പറയുന്നത് എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ഗുണനം 2നെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പൊ അവിടെ ഓൾറെഡി 12 ഉണ്ട്. ഗുണനം 2 ആണ് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോഴത് ഹരണം 2 ആയി. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതി കാണുക എന്നാണ് അർത്ഥം. അപ്പൊ x എന്ന് പറയുന്നത് 12ന്റെ പകുതി. 12ന്റെ പകുതി 6. എങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 5x + 8 എന്ന് പറയുന്നത് 7x + 4 ആണ്. അതായത് ഒരു സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ച് 8 കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് അതേ സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയാൽ കിട്ടുന്നതാണ്. നമുക്കെന്നാ നോക്കാം. എക്സിന്റെ വില കണ്ടുപിടിക്കും. നമ്മളിവിടെ ചെയ്യുന്നത് എക്സിന്റെ പദങ്ങളെല്ലാം, എക്സ് ഉള്ള പദങ്ങളൊക്കെ ഏതാ? ഇവിടെ ഒരു 7x ഉണ്ട്, അപ്പുറത്തൊരു 5x ഉണ്ട്. ഇവരെയൊക്കെ നമ്മൾ ഒരുമിച്ചാക്കും. എക്സ് ഇല്ലാത്തവരെയൊക്കെ തനിച്ചാക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 5xനെ ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ 8 ഉണ്ട്, അപ്പുറത്ത് 7x + 4 ഉണ്ട്. എടാ ഇവിടെ 5x എന്ന് പറഞ്ഞാൽ +5x അല്ലേ? ഇതിന്റെ ചിഹ്നം കൂട്ടലാണ്. ഇവിടെ നടക്കുന്ന ക്രിയ കൂട്ടലാണ്, ഇതിനിടയിൽ നടക്കുന്ന ക്രിയ. അപ്പൊ ആ കൂട്ടലാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അത് കുറയ്ക്കണം, 5x ആയി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു 4 അധിക പറ്റായിരിക്കുന്നുണ്ട്. ഈ +4നെ നമ്മൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, കൂട്ടണം 4 ആണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഇവിടെ ഓൾറെഡി ഒരു 8 ഉണ്ട്. കൂട്ടണം 4 അപ്പുറത്തേക്ക് പോയാൽ അത് നേരെ ഓപ്പോസിറ്റ് ആകുന്നു, കുറയ്ക്കണം 4 ആകുന്നു. ഓക്കെ, ബാക്കി ഇവിടെ ആരായി? 7x - 5x. 8ൽ നിന്ന് 4 കുറച്ചാൽ അത് 4 തന്നെ. 7xൽ നിന്ന് 5x കുറയ്ക്കണം. അപ്പൊ പലർക്കും ഇവിടെ ഒരു സംശയം ഉണ്ടാവും. 7ൽ നിന്ന് 5 കുറച്ചിട്ട് 2 എന്ന് എഴുതും. എക്സിൽ നിന്ന് x കുറച്ചിട്ട് 0 എന്നൊക്കെ എഴുതി വെക്കും. അത് തെറ്റാണ്. 7x എന്ന് പറഞ്ഞാൽ x 2 3 4 5 6 7. എടാ, ഈ 7xകളിൽ നിന്ന് 5xകളെ നമ്മൾ കുറച്ചെടുക്കണം, മാറ്റണം. ഇത്രയും xകളെ മാറ്റണം. അങ്ങനെ മാറ്റിയാൽ ബാക്കി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ x എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവാക്കി വിചാരിക്കുക. അപ്പോൾ 7 പേനകളുണ്ട്. അതിൽ നിന്ന് 5 പേന എടുത്ത് മാറ്റണം. അതാണ് 7x - 5x. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ 7 പേനയിൽ നിന്ന് 5 പേന പോയാൽ ബാക്കി 2 പേന. ഓക്കെ, 2 പേന. എങ്കിൽ x എന്ന് പറയുന്നത് എത്രയാടാ? ഇവിടെ ഗുണനം 2 ആണുള്ളത് അല്ലെ? അയാളെ അപ്പുറത്തേക്ക് തട്ടണം. ഇവിടെ 4 ഉണ്ട് ഓൾറെഡി. ഗുണനം 2 സമമെന്ന് പറയുന്ന മാന്ത്രിക വാതിൽ തുറന്നിട്ട് അപ്പുറത്തേക്ക് പോകുന്നു. അത് ഹരണം 2 ആകുന്നു. അപ്പൊ 4 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ 4ന്റെ പകുതി, അതാണ് x. അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടി? x എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇനി x നിങ്ങൾക്കൊരു വില്ലനായി മാറില്ല. എങ്കിൽ ചോദിക്കട്ടെടാ, 3x + 7x എത്രയാ? 3x + 7x. 3 പേനകൾ, അതിന്റെ കൂടെ കൂട്ടണം ഒരു 7 പേനകൾ. മൊത്തത്തിൽ 10 പേനകൾ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, 8x + 4y. 8x + 4y. നിങ്ങൾ 8ഉം 4ഉം കൂട്ടി 12, എക്സും വൈയും കൂട്ടിയിട്ട് xy എന്ന് എഴുതിയാൽ തെറ്റാണ്. ഇത് കൂട്ടാൻ കഴിയില്ല. നിങ്ങൾ നോക്കിക്കടാ, 8xന് ഞാൻ പേനയായിട്ടും y എന്ന് പറയുന്നത് വേറെ ആളാണ്, പെൻസിലാണ്. 8 പേനയും 4 പെൻസിലാണ് ഇവിടെ കൂട്ടുന്നത്. 8 പേനയും 4 പെൻസിലും കൂട്ടിയാൽ 12 പേന പെൻസിൽ എന്ന് പറയില്ലല്ലോ. എങ്ങനെയാ പറയാ സാധാരണ? 8 പേനയുണ്ട്, 4 പെൻസിലുണ്ട്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. 5x + 5y + 4x + 2y. ഇത് ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? എക്സിന്റെ പദങ്ങളെല്ലാം, എക്സ് ഉള്ള ടേം മൊത്തം നമുക്ക് ഒരുമിക്കാം. ഇവിടെ 5 പേനകൾ, ഇവിടെ 4 പേനകൾ. അപ്പൊ മൊത്തം അവിടെ എത്ര പേനകളായി? 5 പേനകളും 4 പേനകളും ചേർന്ന് 9 പേനകളായി. ഇനി y, പെൻസിൽ. 5y 2y. 5 പെൻസിലും 2 പെൻസിലും ഒരുമിക്കുന്നു.
5 പെൻസിലും 2 പെൻസിലും ചേർന്നാൽ 7 പെൻസിൽ. നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി കൂട്ടാൻ പറ്റില്ല കേട്ടോ. 9ഉം 7ഉം കൂട്ടിയിട്ട് 16 എന്നും എക്സും വൈയും കൂട്ടിയിട്ട് XY എന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. ഇതാണ് ഇതിന്റെ ശരിയായ രീതി. ഇനി 15x നിന്ന് 8x കുറച്ചാൽ, അതേ കൺസെപ്റ്റ് ആലോചിച്ചാൽ പോരെ. 15 പേനകൾ, അതിൽ നിന്ന് 8 പേനകൾ എടുത്തു മാറ്റുന്നു. എത്ര ബാക്കി? 7 പേനകൾ. 3x - 2y ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. രണ്ടും x ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും y ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കേൾക്കണം, എങ്കിൽ ഉറപ്പായിട്ടും x നിങ്ങൾക്കൊരു വില്ലനാവില്ല. എടാ ഞാനിപ്പോ എന്താ പറഞ്ഞത്? എക്സും കൂട്ടിയാൽ ഒരു എക്സും അതിൻ്റെ കൂടെ വേറൊരു എക്സും കൂടി ചേരുന്നു. അപ്പൊ നമുക്ക് പറയാം അവിടെ ആകെ 2 എക്സുകൾ ഉണ്ട്. 2 ഗുണം x എന്ന് പറയാം. എക്സും ഗുണിച്ചാലോ? ഇങ്ങനെ കണ്ടാൽ എക്സിനെയും ഗുണിച്ചാൽ 2x അല്ല, x² ആണ്. 2x ഗുണിക്കണം 4 എന്ന് ചെയ്താൽ 2x ഗുണിക്കണം 4. നമ്മളിവിടെ ചെയ്യുന്നത് 4നെയും 2നെയും ഗുണിക്കും. എത്രയാ? 4ഉം 2ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 8. എടാ ഇവിടെ ഒരു x അല്ലേ ഉള്ളൂ, ആ എക്സിന് നമ്മൾ എഴുതും 8x. 8 ഗുണം 5x എങ്ങനെ ചെയ്യൂടാ? സംഖ്യകളെ തമ്മിൽ നമ്മൾ ആദ്യം ഗുണിക്കും. 8 ഗുണിക്കണം 5 ചെയ്താൽ 8 5 40. ഒരു x ഉണ്ട്, ആ x നമ്മൾ എഴുതി. 6x ഗുണിക്കണം 3x എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം സംഖ്യകൾ ഗുണിക്കും. 6 ഗുണം 3 6 3 18. ഇനിയോ ഇവിടെ ഒരു x ഉണ്ട്, അവിടെ ഒരു x ഉണ്ട്. x ഗുണിക്കണം x, x കൊണ്ട് ഗുണിച്ചാൽ എത്രയെന്ന് ഞാൻ പറഞ്ഞു, അത് x² ആണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടിയല്ലോ. ഇനി ബേസ് അറിയാത്തവരെ കുഴപ്പിക്കുന്ന മറ്റൊരു മേഖലയാണ് ഭിന്നസംഖ്യ. ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ ഹരിക്കാനോ അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അതും കൂടി അങ്ങോട്ട് ക്ലിയർ ആക്കാം. ഇത് LCM എടുത്തിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന വഴിയുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബേസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 2 ഭിന്നസംഖ്യകളെ കൂട്ടാൻ അവരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ 2 ഭിന്നസംഖ്യകളാണ്, 3/2 4/5. അതിലെ ഒന്നാമത്തെ ഭിന്നസംഖ്യ ഏതാ? 3/2. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ആളെയും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ താഴെ ഇരിക്കുന്ന ആളെയും തമ്മിൽ ഗുണിക്കുക. 3 ഗുണിക്കണം 5. എന്നിട്ട് ഇതിന്റെ നടുവിലുള്ള ചിഹ്നം എന്താ? നടുവിലുള്ള ചിഹ്നം പ്ലസ് ആണ്. ആ പ്ലസ് ഇട്ട് വെക്കുക. ഇനി എന്ത് ചെയ്യണം? ഇനി ഇവരെ തമ്മിൽ ക്രോസ് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന താഴത്തെ ആള് അപ്പുറത്തിരിക്കുന്നവന്റെ മുകളിലത്തെ ആള്. അപ്പൊ 4 ഗുണിക്കണം 2 4 ഗുണിക്കണം 2 ബൈ. ഇനിയോ താഴെ ഇരിക്കുന്നവരെ തമ്മിൽ ഗുണിച്ച് താഴെ എഴുതുക. ആരാ താഴെ ഇരിക്കുന്നത്? 2 ഗുണിക്കണം 5. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് ചെയ്താൽ 3 ഗുണിക്കണം 5 3 5 15. നടുവിലുള്ള ചിഹ്നം പ്ലസ്. 4 ഗുണം 2 8 ബൈ 2 ഗുണം 5 10. 15ഉം 8ഉം കൂട്ടിയാൽ 23 ബൈ 10 എന്ന് കിട്ടും. അടുത്ത ചോദ്യം ഇങ്ങനെ 7/3 പ്ലസ് 2/5 നമുക്ക് ചെയ്യാം. ഇനി ക്രോസ് ചെയ്ത് ഇവിടെ എഴുതണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ ഗുണിച്ച പോരെ. 7 ഗുണം 5 7 5 35. നടുവിലുള്ള ചിഹ്നം പ്ലസ്. 2 ഗുണം 3 6 ബൈ 3 ഗുണം 5 15. 35ഉം 6ഉം കൂട്ടിയാൽ കിട്ടുന്നത് 41 ബൈ 15 എന്ന് കിട്ടും. ഒരു ചോദ്യം കൂടി പറയാം. 1/2 പ്ലസ് 3/7 ചെയ്യാം. 1 ഗുണം 7 7. നടുവിലുള്ള ചിഹ്നം പ്ലസ്. 3 ഗുണം 2 6 ബൈ 2 ഗുണം 7 14. ചെയ്താൽ 7 പ്ലസ് 6 13 ബൈ 14. ഇത്രയേ ഉള്ളൂ പരിപാടി. അടുത്തൊരു ചോദ്യം 7/9 പ്ലസ് 1/9 കൂട്ടാം. 9 7 63 പ്ലസ് നടുവിലുള്ള ചിഹ്നം പ്ലസ്. 1 ഗുണം 9 9 ബൈ 9 ഗുണം 9 81. 63ഉം 9ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 72 ബൈ 81. നമുക്ക് ഇവരെ ചെറുതാക്കാം. 72 എന്ന് പറഞ്ഞാൽ 9 ഗുണം 8 ആണ്. 81 എന്ന് പറഞ്ഞാൽ അത് 9 ഗുണം 9 ആണ്.
മുകളിലും താഴെയും ഒരുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ബാക്കി എന്താ? ബാക്കി 8/9 എന്ന് കിട്ടി. 8/9. നമ്മൾ ഇത്രയൊന്നും വളഞ്ഞു പോകണ്ട ഈ ചോദ്യത്തിൽ. കാരണം ഇതിൻ്റെ എല്ലാം താഴെ കിടക്കുന്ന ആള് ഒരുപോലെയാണ്. ഇവരുടെ എല്ലാം ഛേദങ്ങൾ സെയിം ആണ്, ഈക്വൽ ആണ്. എങ്കിൽ നമുക്കൊരു എളുപ്പ വഴി ഉണ്ടടാ. നമുക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി 7/9 1/9 ആണ് നമ്മൾ കൂട്ടേണ്ടത്. ഇവിടെ താഴത്തെ ഛേദം സെയിം ആയതുകൊണ്ട് നമ്മൾ ആ 9 കോമൺ ആയിട്ട് പുറത്ത് എഴുതുക. താഴെ എഴുതുക. എന്നിട്ട് മുകളിലുള്ളവരെ തമ്മിൽ കൂട്ടുക. 7 + 1. അങ്ങനെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 8/9 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? എങ്കിൽ 3/7 + 2/7 ഉത്തരം വളരെ പെട്ടെന്ന് എഴുതാലോ. ദേ രണ്ടിൻ്റെയും ഛേദം സെയിം ആണ്, 7 ആണ്. ഞാൻ ആ 7 എഴുതി. മുകളിലുള്ളവരെ കൂട്ടിയാൽ മതി. 3ഉം 2ഉം കൂട്ടിയാൽ 5 സെറ്റ്. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. 4/3 + 2/3. താഴെ ഇരിക്കുന്ന ആള് 3 സെയിം ആയതുകൊണ്ട് 3 കോമൺ ആയിട്ട് താഴെ എഴുതി. 4ഉം 2ഉം കൂട്ടിയാൽ 6. ഇനി 6നെ 3 കൊണ്ട് ഹരിച്ച് എഴുതാം വേണമെങ്കിൽ. 6/3 ആണ് നമ്മുടെ ഭിന്നസംഖ്യാ രൂപം. 6ൽ എത്ര 3? അല്ലെങ്കിൽ 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് സെറ്റായല്ലോ. കൂട്ടൽ സെറ്റായില്ലേ? ഇനി നമുക്ക് കുറയ്ക്കൽ പഠിക്കാം. കുറയ്ക്കാനും അതേ പരിപാടിയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 7 × 3 ചെയ്യുന്നു. 7 × 3. നടുവിലുള്ള ചിഹ്നം മൈനസ് ആണ്, മാറ്റരുത്. മൈനസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ ഇടണം. ഓക്കെ. ഇനിയോ 2 × 2. 2 × 2 ബൈ താഴെയുള്ളവരെ ഗുണിക്കുന്നു. 2 × 3. ഇത് ചെയ്യാം. 7 × 3 എന്ന് പറഞ്ഞാൽ 21 മൈനസ് 2 × 2 എന്ന് പറഞ്ഞാൽ 4 ബൈ 2 × 3 6. 21ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 17/6. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ. 3/4 നിന്ന് കുറയ്ക്കണം 1/2. കുറയ്ക്കാം. നമ്മൾ ക്രോസ് ചെയ്യുന്നു. 3 × 2 6. നടുവിലുള്ള ചിഹ്നം മൈനസ്. 1 × 4 4 ബൈ 4 × 2 8. 6ൽ നിന്ന് 4 പോയാൽ ബാക്കി 2/8. 2/8നെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. 2/8 കിട്ടിയാൽ ഉത്തരായി. വേണമെങ്കിൽ ചെറുതാക്കാം. 2 എന്ന് പറയുന്നത് 2 × 1 ആണ്. 8 എന്ന് പറയുന്നത് 2 × 4 ആണ്. 2ലും പൊതുവായിട്ട് ആരുണ്ട്? 2 ഉണ്ട്. അപ്പൊ 2നെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി 1/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. എടാ 3/4 എന്ന് പറഞ്ഞാൽ അത് മുക്കാലാണ്, 3 കാലുകൾ ചേർന്നതാണ്. ഓക്കെ. അതിൽ നിന്ന് അര കുറയ്ക്കണം. അതായത് 2 കാലുകൾ അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ മുക്കാലിൽ നിന്ന് അര പോയാൽ ബാക്കി കാലാ കിട്ടുക. കാലെന്ന് പറഞ്ഞാൽ 1/4 ആണെന്ന് അറിയാലോ. മൂന്നാമതൊരു ചോദ്യം കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. 9 × 7 9 × 7 63. നടുവിലുള്ള ചിഹ്നം മൈനസ്. 13 × 1 ചെയ്താൽ 13 തന്നെ ബൈ 13 × 7 10 ഏഴുകൾ 70. 3 ഏഴുകൾ 21. 70ഉം 21ഉം കൂട്ടിയാൽ 91 എന്ന് കിട്ടും. 63ൽ നിന്ന് 13 പോയാൽ 63ൽ നിന്ന് ഒരു 3നെ ആദ്യം കളയാം. അപ്പൊ 60ആയി. പിന്നെ ഒരു 10 കുറച്ചാൽ 50. 50/19. ഇതാണ് നമ്മുടെ ഉത്തരം. നോക്കിക്കേ, ഒരേ ഛേദം വന്നിരിക്കുന്ന 2 ഭിന്നസംഖ്യകൾ, താഴെ സെയിം ആയിരിക്കുന്ന 2 ഭിന്നസംഖ്യകളെയാണ് നമ്മൾ ഇനി കുറയ്ക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു, താഴെ ഭിന്നസംഖ്യയുടെ ഛേദം സെയിം ആണെങ്കിൽ നമ്മൾ അത് കോമൺ ആയിട്ട് താഴെ എഴുതാം. എന്നിട്ട് മുകളിലുള്ളത് ചെയ്താൽ മതി. 9 മുകളിൽ, നടുവിലുള്ള ചിഹ്നം മൈനസ്, അപ്പുറത്ത് 2. നമ്മുടെ ഉത്തരം എന്താ? 9ൽ നിന്ന് 2 പോയാൽ ബാക്കി 7/13 എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ. 7/15 മൈനസ് 11/15. നമുക്കിത് ചെയ്യാം. താഴെ രണ്ടും സെയിം ആണ്. ഈ ഭിന്നസംഖ്യകളുടെ ഛേദം സെയിം ആണ്. അപ്പൊ നമുക്ക് അതിനെ കോമൺ ആയിട്ട് താഴെ എഴുതാം. മുകളിലുള്ളവരെ ചെയ്താൽ മതി. ആദ്യത്തെ ആള് 7, നടുവിലുള്ള ചിഹ്നം മൈനസ്, അടുത്ത ആള് 11. 7ൽ നിന്ന് 11 കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടാവോ? എടാ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ആലോചിക്കാം. 7 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, നമ്മുടെ കയ്യിലുള്ള കാശ്. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ 7 രൂപയുണ്ട്. മൈനസ് 11 രൂപ നമുക്ക് കടം. എടാ, 11 രൂപ കടം, 7 രൂപ പോക്കറ്റിൽ. ബാക്കി എന്താ വരിക? ബാക്കി കടം. എത്ര രൂപ? 11 കടമുണ്ടായിരുന്നു. നമ്മൾ 7 രൂപ എടുത്ത് അത് വീട്ടി
ബാക്കി അപ്പോഴും 4 രൂപ കടം. അപ്പോൾ -4/15 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ, 3/7 നിന്ന് 1/7 കുറയ്ക്കണം. എടാ ഡിനോമിനേറ്റർ സെയിം ആണ്, ഛേദം സെയിം ആണ്. നമ്മളത് കോമൺ ആയിട്ട് താഴെ എഴുതി മുകളിലുള്ളവരെ കുറച്ചാൽ മതി. 3 നടുവിലെ ചിഹ്നം -1. 3 - 1 3-ൽ നിന്ന് 1 പോയാൽ 2. 2/7 ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമ്മൾ ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും വളരെ വൃത്തിയായിട്ട് പഠിച്ചു. ഇനി ഭിന്നസംഖ്യകളെ നമുക്ക് ഗുണിക്കാൻ പഠിക്കാം. ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഗുണിക്കലാണ് കേട്ടോ. അത് മുകളിലുള്ളവരെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുക. 3 × 7 ഉത്തരത്തിന്റെ മുകളിൽ. താഴെയുള്ളവരെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ താഴെ എഴുതുക. 5 × 2 ഉത്തരത്തിന്റെ താഴെ ചെയ്താൽ 3 7 21 ബൈ 5 2കൾ ചേർന്നാൽ 10. 21/10 എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. 2/3 ഗുണിക്കണം 1/4 നമ്മൾ ചെയ്യുന്നു. 2 × 1 2 തന്നെ. 3 × 4 12. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം. 2 എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. 12 എന്ന് പറയുന്നത് 2 × 6 ആണ്. 2 2 ക്യാൻസൽ ആയാൽ ബാക്കി 1/6 എന്ന് കിട്ടും. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ, 5/7 ഗുണിക്കണം 3/2. നമുക്ക് ഗുണിക്കാം. മുകളിലുള്ളവരെ ഗുണിക്കുന്നു. 5 3 ഗുണിച്ചാൽ കിട്ടുന്നത് 15 ബൈ താഴെയുള്ളവരെ ഗുണിക്കുന്നു. 7 2 ഗുണിച്ചാൽ കിട്ടുന്നത് 14. നമ്മുടെ ഉത്തരമായി 15/14. അപ്പോൾ ഭിന്നസംഖ്യകളെ നമ്മൾ കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാനും പഠിച്ചു. ഇനി ഹരിക്കാനും കൂടി പഠിച്ചാൽ മതി. ഹരിക്കല് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എടാ 2 ഭിന്നസംഖ്യകളെയാണ് നമ്മളിവിടെ ഹരിക്കുന്നത്. 2 ഭിന്നസംഖ്യകളെയാണ് നമ്മളിവിടെ ഹരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭിന്നസംഖ്യ 3/5, രണ്ടാമത്തെ ഭിന്നസംഖ്യ 7/2. ഇതാണ് ഒന്നാമത്തെ ആള്, ഇതാണ് രണ്ടാമത്തെ ആള്. നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ ആളെ അതുപോലെ തന്നെ എഴുതുന്നു, 3/7. ഇനി രണ്ടാമത്തെ ആളെ നമ്മൾ അതുപോലെ എഴുതില്ല. രണ്ടാമത്തെ ആളുടെ വിൽക്രമം റെസിപ്രോക്കലാണ് എഴുതുക. എന്ന് വെച്ചാൽ ഈ ഭിന്നസംഖ്യയുടെ മുകളിലിരിക്കുന്ന ആള് താഴേക്ക് പോവും, താഴെ ഇരിക്കുന്ന 2 മുകളിലേക്ക് വരും. നേരെ തലകുത്തനെ നിർത്തും. അത്രേ ഉള്ളൂ. 7/2 നമ്മൾ തലകുത്തനെ നിർത്തിയാൽ എന്തായി? അത് 2/7 ആയി. ഇനി നമ്മൾ ഹരിക്കില്ല, ഇനി നമ്മൾ ഗുണിക്കും. ഗുണിക്കൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചേ. എങ്ങനെ ഗുണിക്കാടാ? ഇതിന്റെ ഉത്തരം എന്താ? മുകളിലിരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുക. 3 × 2 6 ബൈ 5 × 7 35. ഉത്തരായി. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ, 2/3 ഹരിക്കണം 1/4. നമുക്ക് ആദ്യത്തെ ആളെ അതുപോലെ എഴുതാം, എന്നിട്ട് ഗുണിക്കണം രണ്ടാമത്തെ ആളെ തലകുത്തനെ നിർത്തിയത്. 1/4 എന്ന് പറഞ്ഞാൽ 4/1. ഓക്കെ, ഗുണിച്ചു കഴിഞ്ഞാൽ 2ഉം 4ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 8 ബൈ 3ഉം 1ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 3. 8/3 ആണ് നമ്മുടെ ഉത്തരം. 5/7 ഹരിക്കണം 3/2. നമ്മൾ ആദ്യത്തെ ആളെ അതുപോലെ എഴുതുന്നു, 5/7. എന്നിട്ട് ഹരിക്കുന്നതിന് പകരം നമ്മൾ ഗുണിക്കുന്നു. ആരെ? രണ്ടാമത്തെ ആളെ തലകുത്തനെ നിർത്തിയത്. അപ്പോൾ 3/2 എന്ന് പറയുന്നത് 2/3 മാറുന്നു. 5ഉം 2ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 10 ബൈ 7ഉം 3ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 21. നമ്മുടെ ഉത്തരമായി. ഇനി ഒരു പക്ഷേ ഇങ്ങനെ തലകുത്തനൊക്കെ നിർത്തണം, ആദ്യത്തെ ആൾ അതുപോലെ വെക്കണം, രണ്ടാമത്തെ ആളെ തലകുത്തനെ നിർത്തണം, എന്നിട്ട് അവരെ ഗുണിക്കണം എന്നൊക്കെ പാടാണ്, ഭയങ്കര റിസ്ക് ആണ്. ഞാൻ അത്രയൊന്നും പണിയെടുക്കൂല, എനിക്ക് ഇച്ചിരി മടിയുള്ള ടൈപ്പാണ് എങ്കിൽ നിങ്ങൾക്കൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് ചെയ്യാം. 3ഉം 2ഉം തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുക. ബൈ 7ഉം 5ഉം തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ താഴെ എഴുതുക. അപ്പോഴും കിട്ടുന്നത് നമ്മുടെ ശരിയായ ഉത്തരമാണ്. എങ്കിൽ ഈ വഴി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചാലോ? 2/3 ഹരിക്കണം 1/4 നമ്മൾ ക്രോസ് ചെയ്യുന്നു. 2ഉം 4ഉം ഗുണിച്ചാൽ 8 ബൈ 1ഉം 3ഉം ഗുണിച്ചാൽ 3. 8/3 ആണ് ഉത്തരം. എങ്കിൽ മൂന്നാമത്തെ ചോദ്യം, 5/7 ഹരിക്കണം 3/2 ക്രോസ് ചെയ്യാം. 5ഉം 2ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 10 ബൈ 7ഉം 3ഉം ഗുണിച്ചാലും കിട്ടുന്നത് 21. ഓക്കെ, ഇങ്ങനെയും ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ ഭിന്നസംഖ്യ എന്ന് പറയുന്ന ആ ഭാഗം, അതിന്റെ ബേസ് നിങ്ങൾക്ക് സെറ്റായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു, ഹരിക്കാൻ പഠിച്ചു. അതിന്റെ എളുപ്പ വഴികളും നമ്മൾ പഠിച്ചു. ഇനി കുറച്ചു പേരെ കുഴപ്പിക്കുന്ന ഒരാളാണ് മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. എടാ
എന്താണ് മിശ്രം എന്ന് പറഞ്ഞാൽ? മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം കോമ്പൗണ്ട്സ് ഒരുമിച്ച് ചേർക്കുന്നത് അല്ലെ? മിക്സ്ചർ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ എന്താണ്? അതിൽ നീളത്തിലുള്ള ആളുണ്ടാവും, വട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാവും, കുറച്ച് കടല ഉണ്ടാവും, ഇച്ചിരി പരിപ്പ് പോലത്തെ സാധനം ഉണ്ടാവും, ഇച്ചിരി കറിവേപ്പില ഉണ്ടാവും. ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് തരുന്നതാണ് മിക്സ്ചർ അല്ലെ? മിക്സ് ചെയ്ത് തരുന്നത്. അപ്പോൾ മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യക്കൊപ്പം ഒരു ഭിന്നസംഖ്യ വരുന്നതാണ് മിശ്രഭിന്നം. ഒരു പൂർണ്ണസംഖ്യക്കൊപ്പം ഒരു ഭിന്നസംഖ്യ വരുന്നതാണ് മിശ്രഭിന്നം. ഉദാഹരണത്തിന് 8 1/3 ഇതൊരു മിശ്രഭിന്നാണ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് മിശ്രഭിന്നത്തിനെ ഒരു സാധാരണ ഭിന്നരൂപത്തിലേക്ക് മാറ്റുന്നതാണ്. അതെങ്ങനെയെന്ന് പലർക്കും അറിയില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ വലിയ ഒരാളുണ്ട് 8 അല്ലെ? 8 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. ഈ ആളെ അപ്പുറത്ത് കിടക്കുന്ന ഭിന്നസംഖ്യയുടെ താഴെ ഇരിക്കുന്ന ആളെ കൊണ്ട് ഗുണിക്കും. അപ്പുറത്തിരിക്കുന്ന ഭിന്നസംഖ്യയുടെ ഛേദം കൊണ്ട് ഗുണിക്കും. ഈ 8 1/3 എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് 8 × 1/3 ആണെന്ന് ഒരു ധാരണയുണ്ട്. അത് തെറ്റാണ്. 8 1/3 എന്ന് പറഞ്ഞാൽ അത് 8ന്റെ കൂടെ 1/3 ചേരുന്നതാണ്. 8 + 1/3 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യൂടാ? 8 + 1/3 എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ഭിന്നസംഖ്യയായി അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 8 × 3 24, നടുവിലുള്ള ചിഹ്നം പ്ലസ് 1 × 1 1 ബൈ 1 × 3 3, അങ്ങനെ 25/3 എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ പുറകിലുള്ള ലോജിക്ക്. ഇനി അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത്. 8ഉം 3ഉം തമ്മിൽ ഗുണിക്കും. 8 × 3, അതിന്റെ കൂടെ നമ്മൾ കൂട്ടും ആരെ? മുകളിലിരിക്കുന്ന ആളെ, പ്ലസ് 1 ബൈ ഈ ഭിന്നസംഖ്യയുടെ താഴെ ആരാണോ ഉള്ളത് അയാളെ നമ്മൾ അതുപോലെ എഴുതും 3. 8 × 3 എന്ന് പറഞ്ഞാൽ 24 + 1/3. 24 1 കൂട്ടിയാൽ 25/3. ഓക്കെ, ഉത്തരം കറക്റ്റ് ആയില്ലേ? സെയിം ആയില്ലേ? കിട്ടിയോ? ഞാനൊരു 2-3 എക്സാമ്പിൾ കൂടി പറയാം, അപ്പൊ സെറ്റ് ആവും, പേടിക്കണ്ടടാ. 7 1/2 അഥവാ 7.5. 7.5 നമുക്കൊന്ന് മാറ്റാം. 7 × 2 14, 14 + 1 മുകളിൽ 15 ബൈ ഇവിടെ ആരാ താഴെ കിടക്കുന്നേ? 2. കഴിഞ്ഞ പരിപാടി. 9 2/3 എങ്ങനെ ചെയ്യാം? 9 3 തമ്മിൽ ഗുണിക്കും. 9 3 27. 27ന്റെ കൂടെ 2 കൂട്ടും. 27ഉം 2ഉം കൂട്ടിയാൽ കിട്ടുന്നത് 29 ബൈ താഴെ ഇരിക്കുന്ന ആള് 3. 29/3 എത്രയായി? ഇനി ഇതിന്റെ കൺസെപ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 7.5 എന്ന് പറഞ്ഞാൽ 7 + അരയാണ്. ഞാനിത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു 1 ഇട്ട് കൊടുക്കുന്നു. ഇനി ഇവരെ 2 ഭിന്നസംഖ്യകളെ കൂട്ടുക എന്ന കൺസെപ്റ്റ് വെച്ച് ചെയ്യാലോ. 7/1ഉം 1/2ഉം എങ്ങനെ കൂട്ടുക? 7 × 2 14 പ്ലസ് 1 × 1 1 ബൈ 1 × 2 2. 14 1 കൂട്ടിയാൽ 15/2. സെയിം അല്ലേ? രണ്ടാമത്തെ കൂടി അതുപോലെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 9 + 2/3. 9ന്റെ താഴെ ആരുമില്ല, അപ്പൊ നമ്മളൊരു 1 ഇട്ട് കൊടുത്തു. 9 × 3 27 പ്ലസ് 2 × 1 2 ബൈ 1 × 3 3 സമം 27ഉം 2ഉം കൂട്ടിയാൽ കിട്ടുന്നത് 29/3. ഒരു ഭിന്നസംഖ്യയെ, ഒരു സാധാരണ ഭിന്ന രൂപത്തിനെ മിശ്രഭിന്നമാക്കാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് 8 1/3 ആയിരുന്നു. ഇത് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 3 8 24 25/3 ആയിരുന്നു. ഇയാളെ നമുക്ക് തിരിച്ച് ഈ രൂപത്തിലേക്ക് എങ്ങനെയാക്കാം എന്നാണ് ഞാൻ ഇനി പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് 25നെ 3 കൊണ്ട് ഹരിക്കും. 25ൽ എത്ര 3 ഉണ്ട്? 8 3കൾ ചേർന്നാൽ 24. ഇഷ്ടം 1 കിട്ടി. ഓക്കെ, നമ്മളിത് എന്ത് ചെയ്യുന്ന അറിയോടാ? ഇതിനെ മിശ്രഭിന്നമാക്കാൻ കിട്ടിയ ഉത്തരമാണ് മെയിൻ ആള്. അപ്പൊ നമ്മൾ അയാളെ വലുതാക്കി എഴുതും. ഓക്കെ, താഴെ കിടക്കുന്നവൻ എപ്പോഴും താഴെ ആയിരിക്കില്ല. പലരും നമ്മളെ ചവിട്ടി താഴ്ത്തും. അവൻ ഒരു ദിവസം ഉയർന്നു പൊങ്ങി വരും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് മിശ്രഭിന്നം. താഴെ ഇരിക്കുന്ന 1 മുകളിലേക്ക് വരും. എന്തുകൊണ്ടാണ് ഹരിച്ചത് അയാൾ താഴേക്ക് വരും. കിട്ടിയോ? ഇങ്ങനെയാണ് 8 1/3 എന്ന രൂപത്തിലേക്ക് ആക്കുന്നത്.
ബാക്കി രണ്ടെണ്ണം കൂടി ഞാൻ അതുപോലെ ആക്കി തരാം. 7.5 പിന്നെ നമ്മൾ മാറ്റിയത് അല്ലേ? 7.5 മാറ്റിയപ്പോൾ എന്ത് കിട്ടി? 7 2 14 1 15/2 എന്ന് കിട്ടി. അപ്പോൾ 15/2 എന്ന് പറഞ്ഞാൽ 15നെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. 15നെ 2 കൊണ്ട് ഹരിക്കുന്നു. 15ൽ എത്ര രണ്ടുകൾ എന്ന് ചോദിച്ചാൽ 7 രണ്ടുകൾ ചേർന്നാൽ 14 ശിഷ്ടം 1. കിട്ടിയ ഉത്തരം നമ്മൾ വലുതാക്കി എഴുതും. താഴെ കിടക്കുന്നവനെ മുകളിലേക്കാക്കും. എന്തുകൊണ്ടാണ് ഹരിച്ചത്? അല്ലെങ്കിൽ സൈഡിൽ കിടക്കുന്നവൻ താഴേക്ക് പോട്ടെ. 7.5 ചെയ്യുമല്ലേ? മൂന്നാമത്തെയും കൂടി ചെയ്യാം. 9 2/3 എത്രയാ? 9 27 2 29/3 എന്ന് വെച്ചാൽ 29നെ 3 കൊണ്ട് ഹരിക്കണമെന്നാണ്. 29നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര 3 ഉണ്ട് 29ൽ എന്ന് ചോദിച്ചാൽ 9 3കൾ ചേർന്നാൽ 27 ശിഷ്ടം 2. കിട്ടിയ ഉത്തരം നമ്മൾ വലുതാക്കി എഴുതുന്നു. താഴെ കിടക്കുന്നവൻ മുകളിലേക്ക് ഉയരട്ടെ. 2 ബൈ സൈഡിലുള്ളവൻ താഴേക്ക് പോട്ടെ. 9 2/3. അപ്പൊ നമ്മളൊരു മിശ്ര ഭിന്നത്തിനെ ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്കും ഒരു ഭിന്നരൂപത്തിലുള്ളതിനെ മിശ്ര ഭിന്ന രൂപത്തിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചു. സെറ്റായി. അപ്പൊ ആ കൺഫ്യൂഷനും മാറിയല്ലോ പലർക്കും. മക്കളെ, അപ്പൊ നമ്മുടെ ഇവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബേസ് ഇല്ലാത്ത പലർക്കും ഇപ്പൊ കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാകും. ഇത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടവർക്ക് എനിക്ക് ഉറപ്പുണ്ട് 100% നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡൗട്ട് മാറിയിട്ടുണ്ടാകും. ഇനി കണക്ക് നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങാം, തീരെ ബേസ് ഇല്ലാത്തവർ. ഇനി ഒരിക്കലും പരീക്ഷാ പേപ്പറിലെ മാത്സിന്റെ പാർട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇവിടെ നിന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഇട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പരിശീലനമാണ് ഒരാളെ ഉത്തമനാക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം ഇതിന്റെ താഴെ കമന്റിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യാൻ മറക്കരുത്. എടാ, ഇതുപോലെ ബേസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി പോകുന്ന ചില മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവര് ഇതിന് താഴെ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. ഇനി ഏത് വിഷയത്തിലാണ്, മാത്സിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരേണ്ടത്, അത് നിങ്ങൾ കമന്റ് ചെയ്താൽ ഉറപ്പായും അടുത്ത വീഡിയോ ആ ക്ലാരിറ്റി വരുത്തലായിരിക്കും. നിങ്ങൾക്ക് ഏതിലാണോ ഇനി ഡൗട്ട് ഉള്ളത്, ഏതിലാണോ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം തോന്നുന്നത്, അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായും അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഇത്തരം ഡൗട്ടുകൾ തീർത്തുകൊണ്ടേ നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.